നമസ്കാരം. അങ്ങനെ മെയ് മാസത്തെ എക്സാം കലണ്ടർ വന്നു, ഡിഗ്രി പ്രിലിംസിന്റെ ഡേറ്റും വന്നു. അപ്പോഴാണ് ഒരു വലിയ കൺഫ്യൂഷൻ ഉള്ളത് മക്കളെ. ഒറ്റ പരീക്ഷയായിട്ടാണോ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ നടക്കാൻ പോകുന്നത്? അതായത് ഒരു ഫേസ് മാത്രമാണോ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കുള്ളത്? തുരുതുരാ കോളാണ്. നമ്മുടെ ബാച്ചിൽ തന്നെയായിട്ട് 10,500ഓളം പിള്ളേർ ഇങ്ങനെ കടകട വിളിയാണ്. അത് പോരാഞ്ഞിട്ട് വാട്സപ്പ് മെസ്സേജുകളും അങ്ങനെ ഇഷ്ടം പോലെ കോളുകളും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോയും ചെയ്യുന്നത്. മക്കളെ, ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. അങ്ങനെ തോന്നാനുള്ള കാര്യം എന്താണെന്നറിയാമോടാ? അതായത് നമുക്കറിയാം ഈ എക്സാമിനേഷൻ ഡേറ്റിൽ ആദ്യം കിടക്കുന്നുണ്ടോ നമ്മുടെ SBCA പരീക്ഷയാണ്. അതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്, ഡിഗ്രി പ്രിലിംസ് ആണ്. അവിടെ 2/5/2026 ആ പരീക്ഷ നടക്കാൻ പോകുന്നത്. 2/5/2026. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 2/5/2026 ശേഷം ഈ കലണ്ടറിൽ ഡിഗ്രി പ്രിലിംസിന്റെ ഡേറ്റ് ഇല്ല. ഓക്കെ, ഒറ്റ ഡേറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് 2/5/2026 സെക്കൻഡ് ഫേസ് ഈ മാസം മെയ് മാസത്തിൽ ഇട്ടിട്ടില്ല. പക്ഷെ നോർമൽ കേസിൽ എപ്പോഴും നമുക്കറിയാം ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ കുറഞ്ഞത് 2 ഫേസിലെങ്കിലുമേ നടക്കുള്ളൂ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം മക്കളെ. ഇവിടെ ഒരു വലിയ പരീക്ഷ എന്ന് നമുക്ക് തോന്നുന്നത് ഇതാണ്. ജൂനിയർ അസിസ്റ്റന്റ് ഓർ ക്യാഷർ എന്ന് പറയുന്ന നമ്മുടെ KSFE-ലേക്കും KSIB-ലേക്കും ഒക്കെ നടക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ്, അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതിന് 3,95,652 പേർ, 3,95,652 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അതിന് താഴെ കിടക്കുന്നുണ്ടോ KSRTC പോലെയുള്ള ഭാഗത്തേക്ക് 3,85,002 പേർ അപേക്ഷിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അസിസ്റ്റന്റ് പരീക്ഷയാണെങ്കിൽ, അതായത് ഏത് അസിസ്റ്റന്റ് ആണ്? നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയാണെങ്കിൽ 4 ലക്ഷം പേരാണ് അവിടെ അപേക്ഷിച്ചിട്ടുള്ളത്. യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷയാണെങ്കിൽ അവിടെ 4 ലക്ഷം പേരാണ്. ഇതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കേട്ടോ. യൂണിവേഴ്സിറ്റിയിലേക്ക് 450/2025 അവിടെ അപേക്ഷകരുടെ എണ്ണം 4,27,000 പേരാണ്. 4,27,000 പേർ. അപ്പൊ സ്വാഭാവികമായിട്ടും അത്യാവശ്യം നല്ല ആപ്ലിക്കൻസ് ഈ പരീക്ഷയ്ക്കുണ്ട്. കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കൃത്യവിവരം വരുന്നതെങ്കിലും എന്നിരുന്നാൽ പോലും മക്കളെ ഏതാണ്ട് 4 ലക്ഷത്തിനടുത്ത് ആളുകൾ ഈ പരീക്ഷ എഴുതുന്നുണ്ട്. 2 ഫേസുകളിലായിട്ട് നടത്തേണ്ടി വരും. അപ്പൊ സെക്കൻഡ് ഫേസ് നടക്കാൻ സാധ്യത കൂടുതലുള്ളത് മക്കളെ എപ്പോഴാണ്? അത് ജൂൺ മാസത്തിലാണ്. മിക്കവാറും ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ വരുന്ന തിരക്കുകളോ മറ്റുള്ള കാര്യങ്ങളോ കൊണ്ടായിരിക്കാം അങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഫസ്റ്റ് ഫേസ് എഴുതുന്ന കുട്ടിക്കും സെക്കൻഡ് ഫേസ് എഴുതുന്ന കുട്ടിക്കും 2 നീതിയാണ് PSC നടത്തി കൊടുക്കുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണയും KS എക്സാമിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതേ കാര്യം തന്നെ ചെയ്തു. ഒന്നാം എക്സാം കഴിഞ്ഞാണ്ട് 1 മാസം കഴിഞ്ഞാണ് രണ്ടാമത്തെ പരീക്ഷ നടത്തിയത്. ഇവിടെയും അതേപോലെ തന്നെ ഒന്നാമത്തെ പരീക്ഷ മെയ് മാസം 2-ന് വെച്ചിട്ട് ആ മാസത്തിൽ പിന്നീട് ഒരു എക്സാമിനേഷൻ ഡിഗ്രി പ്രിലിംസിനെ നടത്തുന്നില്ല. പകരം ജൂൺ മാസമാണ് രണ്ടാമത്തെ ഘട്ടം നടത്താനായിട്ട് പോകുന്നത്. അത് വളരെ മോശം കാര്യമാണ്. കാരണം ഒരു കുട്ടി 2 കുട്ടികൾക്ക് തുല്യ നീതി കൊടുക്കുകയാണ്. അതായത് ഒരു പകുതി ഭാഗം കുട്ടികൾക്ക് ഒരു നീതിയും ബാക്കി പകുതി ഭാഗം കുട്ടികൾക്ക് മറ്റൊരു നീതിയും കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് PSC കാണിക്കുന്നത് കഴിഞ്ഞ വർഷവും ഈ വർഷവും. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. തീർച്ചയായിട്ടും അത് പ്രതിഷേധിക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഇങ്ങനെ ഒരു കലണ്ടർ ഇനിയും ഒരിക്കൽ ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താണ്? ഇപ്പം 2-ാം തീയതി പരീക്ഷ എഴുതിയ കുട്ടി, ആ കുട്ടി എന്താണ് പരീക്ഷയുടെ സ്വഭാവം എന്നറിയാതെ, ഈ വർഷത്തെ പരീക്ഷയുടെ പാറ്റേൺ എന്താണെന്ന് അറിയാതെ, ഒരു അഡ്വാൻറ്റേജും ഇല്ലാതെയാണ് ആദ്യത്തെ പരീക്ഷ എഴുതുന്നത്. അതിനുശേഷം രണ്ടാമത്തെ പരീക്ഷ എഴുതുന്ന കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവന് കൃത്യമായിട്ട് പാറ്റേൺ മനസ്സിലാകും, അവന് കൃത്യമായിട്ട് ചോദ്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും, അവന് നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിനുശേഷം 1 മാസത്തിന് ശേഷം വീണ്ടും ഒരു പരീക്ഷ നടത്തുമ്പോൾ ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അത് തികച്ചും ശോചനീയമായ കാര്യമാണ്. PSC അതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് ഉണ്ടാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം ഇനി ഈ കലണ്ടർ ഒന്നും മാറ്റാനുള്ള സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം അത് കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 2 പരീക്ഷ നടത്താനാണ് സാധ്യത. ഒറ്റ പരീക്ഷയായിട്ട് എന്തായാലും ഇടാനുള്ള സാധ്യതയില്ല. ഇപ്പൊ ഒരു കലണ്ടറിൽ 2-ാം തീയതിയാണ് കിടക്കുന്നത്. 2/5/2026 ആണ്. ഇത്രയും അപേക്ഷകർ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് മാറ്റേണ്ടി വരും. അപേക്ഷകരുടെ എണ്ണം കുറവാണ് കേട്ടോ, പക്ഷെ എന്നിരുന്നാലും മാറ്റേണ്ടി വരും. പിന്നീട് ഒരിടത്ത് പോലും ഈ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ 2-ാം തീയതി അല്ലാതെ വേറൊരു ഡേറ്റ് പോലും ഇവിടെങ്ങും കാണാൻ പറ്റുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. ഞാനത് കണ്ടതാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുണ്ട്, ഡിവിഷനിലുണ്ട്, നേഴ്സിന്റെ എക്സാമിനേഷൻ ഉണ്ട്, നേഴ്സ് അതേപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറുമായി ബന്ധപ്പെട്ട എക്സാമിനേഷൻ ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ബാക്കി എല്ലാ എക്സാമിനേഷനും കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല? ഇവിടെ അടുത്ത ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റ് വീണ്ടും കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതെന്തല്ല, ഇത് തീർച്ചയായിട്ടും അംഗീകരിക്കാനായിട്ട് കഴിയുന്ന കാര്യമല്ല. കണ്ടോ, ഇവിടെ എങ്ങും ഈ സാധനം കൃത്യമായിട്ട് പറയപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. മാറ്റി PSC ഒന്ന് ഇടപെടേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയും ഏതൊക്കെ പരീക്ഷകളാണ് ഈ ഡിഗ്രി പ്രിലിംസിൽ നടക്കാൻ പോകുന്നത് ഒന്ന് നോക്കിയിടാം. SBCID ഉണ്ട്, SBCID, എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്, അതേപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ബൈ ട്രാൻസ്ഫർ ഉണ്ട്,
സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഡയറക്ടർ ഉണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, അത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ്. ദെൻ KSFE-യിലേക്കുള്ള അസിസ്റ്റന്റ് ഉണ്ട്, RTC-യിലേക്കുള്ള അസിസ്റ്റന്റ് ഉണ്ട്, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഉണ്ട്, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓപ്പൺ മാർക്കറ്റ് ഡയറക്ടർ ഉണ്ട്. ദെൻ അതേപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ പരീക്ഷയുണ്ട്. അസിസ്റ്റന്റ് ജയിലർ പരീക്ഷയുടെ അപേക്ഷകരുണ്ടോ? 70,200 പേരാണ് അസിസ്റ്റന്റ് ജയിലർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ദെൻ അതിനുശേഷം നോക്കിയാൽ അസിസ്റ്റന്റ് ജയിലർ കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 4 ലക്ഷം പേര് അപേക്ഷിച്ചിട്ടുണ്ട്. തന്നെ സൂപ്പർവൈസർ, ജൂനിയർ അസിസ്റ്റന്റ് ഓർ ക്യാഷ്യർ, ദെൻ അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ്, അവിടെ ഓപ്പൺ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 1,15,982 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പ്രധാനപ്പെട്ട പരീക്ഷകളെല്ലാം പോയിട്ടുള്ളത്. ഈ വിവരമാണ് പാസ് ചെയ്യാനായിട്ടുള്ളത്. ഒരു പരീക്ഷയല്ല, 2 പരീക്ഷ നടക്കാനാണ് സാധ്യത. ഒന്നാം പരീക്ഷ 2-ാം തീയതി മെയ് മാസവും, 2-ാം പരീക്ഷ ജൂൺ മാസത്തിലുമായിരിക്കും നടക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. അപ്പം നന്നായി പഠിച്ചു തുടങ്ങാം. അടിപൊളിയായിട്ട് പഠിച്ചോ മക്കളെ, നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഡിഗ്രി ലെവലിലെ ഒരു അടിപൊളി ബാച്ച് ഉണ്ട്. ഡിഗ്രി പ്രിലിംസിന്റെ ക്രാഷ് ബാച്ചും അതേപോലെ തന്നെ മെയിൻസിന്റെ ബാച്ചും. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഒരു ഡിഗ്രി പ്രിലിംസിന് വേണ്ടി വാരി വലിച്ച് പഠിച്ചു പോകാൻ സമയമില്ല. നമ്മുടെ മുമ്പിൽ എത്ര സമയമുണ്ട് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്തേ. ഇന്ന് മാർച്ച് മാസം 1 തൊട്ട് നമുക്ക് എടുക്കാം, നാളെ തൊട്ട് എടുക്കാം. മാർച്ച് മാസം 1 തൊട്ട് എടുക്കാം. മാർച്ച് 1 തൊട്ട് അടുത്ത മാർച്ച് മാസം മൊത്തത്തിൽ 31 ദിവസമുണ്ട്. ഏപ്രിൽ നോക്കുകയാണെങ്കിൽ 30 ദിവസമാണുള്ളത്. ദെൻ അതിനുശേഷം ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ മെയ് മാസം 2-ാം തീയതി പരീക്ഷയാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എക്സാം ഡേറ്റിന് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ 62 ദിവസം മാത്രമാണ് പ്രിപ്പറേഷൻ വേണ്ടിയിട്ടുള്ളത്. 62 ദിവസമാണ് പ്രിപ്പറേഷൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇത്രയും സമയമുള്ള ഒരു ക്രാഷ് ബാച്ചിനുള്ള സമയമുള്ളൂ. പരമാവധി എത്രത്തോളം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അത്രത്തോളം നോക്കുക. ഇവിടെ നമ്മൾ MEM കൃത്യമായി നിങ്ങൾക്ക് ആദ്യമേ തരും. നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് MEM പഠിക്കാം. അപ്പൊ MEM-ന്റെ ക്ലാസ്സുകൾ നമ്മൾ ആദ്യം തന്നെ അങ്ങ് തരും. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ഡൗട്ടും വേണ്ട. MEM എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോകാൻ പറ്റും. ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് റിവിഷൻ വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അപ്പൊ MEM-ന്റെ ക്ലാസ്സുകൾ നമ്മൾ തുടക്കത്തിൽ തരുന്നുണ്ട്. അതിനുശേഷം GK, അവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം കളയുന്നത്. അവിടെ സ്ട്രക്ചർ ആക്കി ഓരോ ദിവസവും എന്താ പഠിക്കേണ്ടതെന്നുള്ളതിന്റെ GK-യുടെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ അതുകൂടാതെ തന്നെ മക്കളെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്, പരമാവധി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ലൈവ് ആയിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് ലൈവ് ആയിട്ടുള്ള സെഷൻസ് ആണ്. അതും കൂടാഞ്ഞിട്ട് എത്രത്തോളം മോക്ക് എക്സാമുകൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാമോ അത്രത്തോളം ചെയ്യും. ഇവിടെ നിങ്ങളുടെ ടെസ്റ്റ് പാക്ക് ഫ്രീ ആണ്. ആ ടെസ്റ്റ് പാക്ക് ഫ്രീ ആണെന്നുള്ളതിന്റെ കാര്യം 15 ഫുൾ ലെങ്ത് എക്സാം ഉണ്ട്. 15 എക്സാമുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അതേപോലെ 25 സെക്ഷണൽ എക്സാമുകൾ ഉണ്ട്, 10 ഇംഗ്ലീഷ് മലയാളം എക്സാമുകൾ ഉണ്ട്, അതേപോലെ തന്നെ 10 മാത്സ് എക്സാം ഉണ്ട്, കറണ്ട് അഫയർ എക്സാം ഒരു 3 എണ്ണം ഉണ്ട്, 15ഓളം PYQ എക്സാമുകൾ, ഇതുവരെ നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ PYQ എക്സാമുകൾ ഉണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ നിങ്ങൾ പോകുമ്പോൾ പക്കയായിട്ട് ഡിഗ്രി പ്രിലിംസും ക്രാക്ക് ചെയ്യാം. അതിനുശേഷം ധൈര്യമായിട്ട് മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൽ പഠിച്ചു പോകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നേരെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോളാം. എന്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ബാച്ച് 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ മക്കളെ വെയിറ്റ് ചെയ്യരുത്, ഇപ്പൊ തന്നെ തലങ്ങും വിലങ്ങും പഠിച്ചു തുടങ്ങിക്കോണം. അത് പിന്നെ എന്ത് ചെയ്യത്തില്ല, പിന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ടുള്ള ഒരു സമയം കാണത്തില്ല. അതേപോലെ ഒരു ഡിഗ്രി ലെവൽ മോക്ക് എക്സാമിനേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. 8-ാം തീയതിയാണ് മോക്ക് എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പൊ ആ എക്സാമിനും കൂടി എന്ത് ചെയ്യാൻ നോക്കുക, പങ്കെടുക്കാനായിട്ട് നോക്കുക. അതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അടിപൊളിയായിട്ട് പഠിച്ച മക്കളെ, സൂപ്പർ നോട്ട്സ് കൂടെ തന്നെ ഉണ്ട്.